ആരോഗ്യകരമായ കൊഴുപ്പുകൾ, നാരുകൾ, വിറ്റാമിനുകൾ, സി, ഇ, ബി കോംപ്ലക്സ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ് തുടങ്ങിയ ധാതുക്കൾ എന്നിവയുൾപ്പെടെയുള്ള അവശ്യ പോഷകങ്ങളാൽ തേങ്ങ നിറഞ്ഞിരിക്കുന്നു. ആരോഗ്യകരമായ കൊഴുപ്പുകൾ, പ്രധാനമായും മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ, എംസിഡി, ഊർജ്ജത്തിന്റെ ദ്രുത സ്രോതസ് നൽകുകയും മൊത്തത്തിലുള്ള ഉപാപചയ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നാരുകളുടെ അളവ് ദഹനത്തെ സഹായിക്കുകയും കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. പൂരിത കൊഴുപ്പുകളിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും മിതമായ അളവിൽ കഴിക്കുമ്പോൾ തേങ്ങ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കും. വെളിച്ചെണ്ണയിലെ എംസിഡികൾ കൊഴുപ്പായി സംഭരിക്കുന്നതിനുപകരം കരൾ എളുപ്പത്തിൽ മെറ്റബോളിസീകരിക്കുകയും ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്യുന്നു. കൂടാതെ തേങ്ങ നല്ല കൊളസ്ട്രോൾ HDL അളവ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. ഇത് മികച്ച ഹൃദയാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. തേങ്ങാ മാംസത്തിൽ ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. തേങ്ങാവെള്ളത്തിൽ ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് ദഹന പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും. വെളിച്ചെണ്ണയുടെ ആന്റിമൈക്രോബയൽ ഗുണങ്ങൾ ദോഷകരമായ കുടൽ ബാക്ടീരിയകളെ ചെറുക്കാൻ സഹായിക്കുകയും സന്തുലിതമായ കുടൽ മൈക്രോബയോമിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തേക്കാം. തേങ്ങയിലെ എംസിഡികൾ ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ലോങ് ചെയിൻ കൊഴുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി എംസിഡികൾ വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും ഊർജ്ജത്തിനായി ഉപയോഗിക്കുകയും കൊഴുപ്പ് സംഭരണം കുറയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിൽ മിതമായ അളവിൽ തേങ്ങ ഉൾപ്പെടുത്തുന്നത് സംതൃപ്തി വർദ്ധിപ്പിക്കുകയും ആസക്തി കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. ഈർപ്പവും ആന്റിമൈക്രോബയൽ ഗുണങ്ങളും കാരണം ചർമ്മസംരക്ഷണത്തിലും മുടി സംരക്ഷണത്തിലും വെളിച്ചെണ്ണ വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രാദേശികമായി പ്രയോഗിക്കുമ്പോൾ ഇത് വരണ്ട ചർമ്മത്തെ ജലാംശം നൽകുകയും വീക്കം കുറയ്ക്കുകയും മുഖക്കുരു തടയുകയും ചെയ്യും. മുടിക്ക് വെളിച്ചെണ്ണ തലയോട്ടിയെ പോഷിപ്പിക്കുകയും താരൻ കുറയ്ക്കുകയും മുടിയിഴകളെ ശക്തിപ്പെടുത്തുകയും തിളക്കമുള്ളതും ആരോഗ്യകരവുമായ മുടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വെളിച്ചെണ്ണയിലെ കംതകൾ തലച്ചോറിന് ഒരു ബദൽ ഊർജ്ജ സ്രോതസ് നൽകുന്നതിലൂടെ വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തും. അൽഷിമേഴ്സ് രോഗം പോലുള്ള ന്യൂറോഡീജനറേറ്റീവ് അവസ്ഥകളുള്ള വ്യക്തികൾക്ക് ഇത് ഗുണം ചെയ്തേക്കാം. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കംതകൾ ഓർമ്മശക്തിയും മാനസിക വ്യക്തതയും മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം എന്നാണ്. തേങ്ങയിൽ ശക്തമായ ആന്റി ബാക്ടീരിയൽ, ആന്റിവൈറൽ, ആന്റിഫംഗൽ ഗുണങ്ങളുള്ള ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ദോഷകരമായ രോഗകാരികളെ ചെറുക്കുന്നതിലൂടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ലോറിക് ആസിഡ് സഹായിക്കുന്നു. തേങ്ങാ ഉൽപ്പന്നങ്ങളുടെ പതിവ് ഉപഭോഗം ശരീരത്തെ അണുബാധകളെ ചെറുക്കാനും മൊത്തത്തിലുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം. തേങ്ങയിൽ ആരോഗ്യകരമായ കംതകൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ പൂരിത കൊഴുപ്പുകളും കൂടുതലാണ്. അമിതമായ ഉപഭോഗം ചില വ്യക്തികളിൽ ചീത്ത കൊളസ്ട്രോൾ അളവ് വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉയർന്ന കൊളസ്ട്രോളോ ഹൃദ്രോഗമോ ഉള്ളവർ തേങ്ങാ ഉൽപ്പന്നങ്ങൾ മിതമായി കഴിക്കണം. വലിയ അളവിൽ തേങ്ങ കഴിക്കുന്നത്, പ്രത്യേകിച്ച് തേങ്ങ ഇറച്ചി, ദഹന അസ്വസ്ഥതകൾക്ക് കാരണമാകും. സെൻസിറ്റീവ് വയറുള്ള വ്യക്തികളിൽ ഉയർന്ന അളവിൽ തേങ്ങയുടെ അളവ് വയറുവീർക്കൽ, ഗ്യാസ് അല്ലെങ്കിൽ വയറിളക്കം എന്നിവയ്ക്ക് കാരണമായേക്കാം. തേങ്ങ എണ്ണ അമിതമായി കഴിക്കുമ്പോൾ മലം അയഞ്ഞുപോകൽ അല്ലെങ്കിൽ ദഹനനാളത്തിന്റെ അസ്വസ്ഥത എന്നിവയ്ക്കും കാരണമാകും. ചില വ്യക്തികൾക്ക് തേങ്ങയോട് അലർജിയുണ്ടാകാം. ചൊറിച്ചിൽ, വീക്കം അല്ലെങ്കിൽ ശ്വസന ബുദ്ധിമുട്ടുകൾ പോലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. അപൂർവമാണെങ്കിലും തേങ്ങ അലർജികൾ അനാഫൈലക്സിസ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകും. മരച്ചീനി അലർജിയുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം, കാരണം ചില സന്ദർഭങ്ങളിൽ തേങ്ങ ക്രോസ്റ്റി ആക്ടിവിറ്റിക്ക് കാരണമാകും.